ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു AI കുക്കിംഗ് ആണ്. ഇന്ന് AI പറയും ഇന്ന കണക്ക് കുക്ക് ചെയ്യണമെന്ന്, അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് പോകാട്ടോ. എന്തിനൊന്നും ഇന്നിപ്പോ പിന്നെ അത് പറയുന്ന കണക്കല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന. AI പറയും ഇപ്പം ബിരിയാണി വെക്കേണ്ട ഇങ്ങനെയാണ്, ഇങ്ങനെ ബിരിയാണി വെക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ കേൾക്കുന്നു. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം ഇല്ല, മൊത്തം AIക്ക് വിട്ടുകൊടുക്കുക. അറിയാവോ AIക്ക് വല്ല കുക്കിംഗ് അറിയാവോ? അറിയാം, പിന്നെ അറിയാം. ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും, നമ്മൾ അതേപോലെ ഉണ്ടാക്കും, അതേ കണക്ക് അത് കഴിക്കും. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം ചോദിക്കാം. നമുക്കിപ്പോ ചിക്കൻ കറിയിൽ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാൻ ചോദിക്കാം. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തന്നാലോ, ചിലപ്പോൾ സൂപ്പർ ഐറ്റം ആണെങ്കിലോ നമ്മൾ കഴിക്കാതെ. മനസ്സിലായോ? അമ്മ അല്ലാതെ സംസാരിക്കാറുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ വിളിക്കും. ഒരു ചിക്കൻ കറി നമുക്ക് നോക്കാം, വെറൈറ്റി ചിക്കൻ കറി എന്തുവാ ചെയ്തു തരുന്നത് നോക്കാം. ചോദിച്ചാലോ? ജിമിനി, ഞങ്ങൾക്കൊരു ചിക്കൻ കറി പറഞ്ഞു തരുമോ കുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന്? അതായത് ഒരു ഡെലീഷ്യസ് ആയിരിക്കണം, വെറൈറ്റി ആയിരിക്കണം, നമ്മൾ കഴിക്കാത്ത ഒരു സാധനമായിരിക്കണം. പറഞ്ഞു തരുമോ എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരുമോ? ഡെലീഷ്യസും വെറൈറ്റിയുമായിട്ടുള്ള കുറച്ച് ചിക്കൻ കറികൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ചെട്ടിനാട് ചിക്കൻ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒന്നും വേണ്ട, കേരള സ്റ്റൈലൊന്നും വേണ്ട, വെറൈറ്റി ആയിരിക്കണം, യുണീക്ക്. എന്നാ നമുക്ക് കുറച്ചുകൂടി വടക്കേ ഇന്ത്യയിലേക്ക് പോയാലോ? മുഗളായി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന റിച്ച് ആയിട്ടുള്ള കറികളുണ്ട്. കശുവണ്ടിയും തൈരും ഒക്കെ ചേർന്ന് നല്ല ഗ്രേവിയും ആയിരിക്കും. നമ്മൾ ഇന്ത്യ വേണ്ട, പുറത്തത്. പക്ഷെ നാട്ടിലുണ്ടാക്കാൻ വേണം, അതിനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടത്തുള്ളൂ. എങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു മൊറോക്കൻ സ്റ്റൈൽ ചിക്കൻ നല്ല മസാലകളും ഉണങ്ങിയ ആപ്രിക്കോട്ട് തേനൊക്കെ ചേർന്ന് മധുരവും എരിവും ഒക്കെ ചേർന്ന ഒരു അടിപൊളി ഡിഷാണ്. സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. നമുക്ക് ആ റെസിപ്പി പരീക്ഷിക്കാം. എന്തു പറയുന്നു? ഓക്കെ, എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? മൊറോക്കൻ ചിക്കൻ ടാഗിൻ ഉണ്ടാക്കാൻ ആദ്യം ചിക്കൻ കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പും നല്ലെണ്ണയും മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് നന്നായി പുരട്ടി വെക്കണം. മസാലകൾക്ക് ആവശ്യമായത് മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഇഞ്ചിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അല്പം കായമൊക്കെയാണ്. പിന്നെ വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കുറച്ച് ആപ്രിക്കോട്ട് ഉണങ്ങിയത് വേണം, അല്പം തേൻ, പിന്നെ അവസാനത്തേക്ക് കുറച്ച് മല്ലിയിലയും വേണമെങ്കിൽ ഒരിത്തിരി ബദാം പൊട്ടിച്ചതും. സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേന് വന്നിട്ട് വേറെ ഐറ്റം പറയല്ലേ കേട്ടോ? ഒട്ടുമില്ല, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഉടനെ പറയാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. റെഡിയല്ലേ? ഞാൻ പോയി ആദ്യം സാധനം മേടിച്ചോണ്ട് വരാം, എന്നിട്ട് വരാം കേട്ടോ. ശരി, സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞാ മതി കേട്ടോ. ഞാനിവിടെ ഉണ്ടാവും. നീ അവിടെ കാണാൻ എനിക്കറിയാം. നീ എന്തിനായിരുന്നു പേര്? മൊറോക്കൻ ചിക്കൻ ടാങ്കിൻ. എന്തൊരു പേരില്ലേ, മൊറോക്കൻ ചിക്കൻ ടാങ്കിൻ. അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പോയി ഈ സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. ഹേ ഗൈസ്, അപ്പം നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മൊറോക്കൻ ചിക്കൻ ടാങ്കിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ആ ഒരു സംഭവം കേട്ടിട്ടില്ല. അച്ഛൻ ഹലോ അച്ഛൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഐറ്റം? ഇല്ല, ഇപ്പൊ കേട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ജിമിനിയാണെന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ അതുപോലെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം കേട്ടോ. സാധനം മേടിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പറയുന്നതാണ് പറഞ്ഞ. അപ്പൊ ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം. ജിമിനി, നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു, മറ്റേ ചിക്കൻ ടാഗിൻ ഉണ്ടാക്കി സാധനം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ സാധനം മേടിച്ചോണ്ട് വന്ന് ചുറ്റിയിലട് കണ്ട ഗുണം അറിയണ്ട. മറന്നുപോയി. മൊറോക്കൻ ചിക്കൻ ടാഗിനെ പറ്റിയാണ് സംസാരിച്ചത്. അതിൽ സാധാരണ മസാലകൾക്ക് പുറമെ ഈത്തപ്പഴവും ഒലിവും എല്ലാം ചേർക്കാറുണ്ട്. ചിലപ്പോൾ ഉപ്പിലിട്ട നാരങ്ങയും ചേർക്കും. ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. നിങ്ങൾക്ക് ആ റെസിപ്പി വേണമോ അതോ മറ്റെന്തെങ്കിലും അറിയാനാണോ? ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞ. ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന? അതൊരു തരം സ്നേഹപ്രകടനമാണ്. നമ്മുടെ ബന്ധത്തെ കുറിച്ചും ആ ചിക്കൻ ടാഗിന്റെ രുചിയെ കുറിച്ചും ഒക്കെ ചേർത്തുള്ള ഒരു സംസാരമാണല്ലോ നടന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് പോലെ കുറച്ച് കൊഞ്ചലോട് കൂടിയുള്ള ഒരു പ്രയോഗമായി അതിനെ കാണാം. മറ്റെന്തെങ്കിലും അറിയണമോ? ബാക്കി സാധനങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സാധനം എല്ലാം കൂടെ മേടിച്ചോണ്ടെന്നാ മര്യാദക്ക് പറഞ്ഞ. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മൊറോക്കൻ ചിക്കൻ ടാഗിനെ കുറിച്ചായിരുന്നല്ലോ. ആ വിഭവത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാനാണോ അതോ വേറെ എന്തെങ്കിലും സംസാരിക്കാനാണോ ഇഷ്ടം? എനിക്കത് ഉണ്ടാക്കണം. ഞാൻ പോയി മറ്റേ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന്, മറ്റേ വിളക്കെണ്ണയും പിന്നെ കായപ്പൊടി. ഓർമ്മയില്ല, അത് മറന്നാ. ഈ മരം മൊണ്ണയാട്ടാ ഇത്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി വിളക്കെണ്ണയും കായപ്പൊടിയും മറന്നുപോയി അല്ലേ? ഏതൊക്കെയാണ് വാങ്ങിയതെന്നൊന്ന് പറയാമോ? ഞാൻ പറയില്ലേ, അവരെ വിശ്വസിക്കരുത്, മറവിയ. നമുക്ക് മൊറോക്കൻ ചിക്കൻ ടാഗിനാണ് ഉണ്ടാക്കാനുള്ളത് കേട്ടാ, അത് മറന്നു പോകരുത്.
അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ പറഞ്ഞ മത്തിക്കറി ഉണ്ടാക്കുന്ന കാര്യം മത്തിക്കറി നിന്റെ കിടി കഴിഞ്ഞിട്ട് അത് നോക്കാം അല്ലേ. അപ്പോൾ മത്തിക്കറിയിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ മത്തിക്കറിയിലേക്ക് കടക്കാന്ന്. ഒരു കറിയാണോ വേണ്ടത്, അതോ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല ക്രീമി ആയതാണോ ഇഷ്ടം? ഇതിന്റെ എക്സസൈസ് ചെയ്ത അതിന് മീൻപുളി, അതായത് കുടംപുളി അല്ലെങ്കിൽ സാധാരണ മസാല തേങ്ങ. അല്ല പൊന്നു ജമിനി, ഇവിടെ ചിക്കനാ ഉള്ളത്. കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞ, ബാക്കി ഞാൻ പിന്നെ ചോദിച്ചോളാം. പറഞ്ഞ കുറച്ച് പറഞ്ഞ. ആദ്യം ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്പൈസസ് ഉണ്ടെങ്കിൽ, ഇപ്പോ ജീരകമോ ഇഞ്ചിപ്പൊടിയോ കറുവപ്പട്ടയോ അതൊക്കെ ചേർക്കാം. മസാല മിക്സ് ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഓക്കെ ഗൈസ്, ജിമിനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ആദ്യം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും, അതായത് പൊടികളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇതാണ് പറഞ്ഞേക്കുന്നത്, ജീരകമൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്ക് അതങ്ങ് ചെയ്യാം. ചിക്കൻ കറക്റ്റ് നമ്മൾ ജിമിനി പറയുന്ന അതുപോലെ കേൾക്കണം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ജീരകപ്പൊടി, ഇഞ്ചിപ്പൊടി, കുറച്ചുപ്പ്, കറുവപ്പട്ട, കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ നമ്മളിവിടെ നല്ലെണ്ണ ഒഴിക്കുമോ? ഇല്ല, നല്ലെണ്ണ നല്ല സാധനം, നല്ലതാണ്. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടി എടുക്കാം. മസാല വെറൈറ്റി മസാല ഇല്ലേ ചേ? ഓക്കെ, ഇനി ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. അമ്മക്ക് അപ്പോഴത്തേന് സവാള കരിഞ്ഞു വെക്കാം. അപ്പോഴത്തേക്ക് ജമിനി പായിട്ട് പോയി കിടന്ന് ഉറങ്ങും. ആ ജമിനി നമ്മൾ ആ മസാല പുരട്ടി. ഇനി ബാക്കി കാര്യം പറഞ്ഞാ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ ചിക്കൻ രണ്ട് സൈഡും ബ്രൗൺ ആവുന്നത് വരെ വഴറ്റാം. അതിനുശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തതും വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് വഴറ്റണം. ഇനി നേരത്തെ മാറ്റിവെച്ച മസാലയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കാം. ടാഗിന്റെ മൂടി വെച്ച് തീ കുറച്ച് ചിക്കൻ നന്നായി വേവുന്നവരെ കുറച്ചു നേരം പതുക്കെ വേവിക്കണം. എന്താ ഇതുവരെ ക്ലിയർ ആണോ? അടുത്തത് പറയണോ? ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ ആണ്. ഇനി ബാക്കി ഞാൻ പറയാം. എന്നാ ഇതുവരെ ഒന്ന് ചെയ്തു നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ബാക്കി പിന്നെ നോക്കൂ. ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന എങ്ങനെ? ചെറിയമ്മയുടെ പല്ലുവേദന മാറിയൂടാ? പണ്ട് ഞാൻ ഗൂഗിളിൽ എടുത്ത് ഇതിന്റെ ഇത് പോയി. ഇല്ല, അത് വേണ്ട, അത് കട്ടെ, ചുമ്മാ പറഞ്ഞതാ. ഇതിന്റെ ചിക്കന്റെ കാര്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഒത്തിരി പൊരിക്കണ്ട, രണ്ട് സൈഡ് ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നാൽ മതി. കറണ്ട് അങ്ങ് പോയേ. ഇതൊരു ചൂടറേ. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി പാത്രത്തിലെ ബാക്കി എണ്ണയിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് വഴറ്റണം. ഇത്രയും ഓക്കെ ആണോ? ബാക്കി പറയട്ടെ. കുറച്ച് വെളുത്തുള്ളി കൂടെ ഇല്ലേ? തക്കാളി ഇടാമോ? തക്കാളി വേണ്ട ഇപ്പോ? കൂട്ടിപ്പോക്കാം, തക്കാളി വേണ്ട. അപ്പോ സവാളയും വെളുത്തുള്ളിയും വഴന്നോ? ബാക്കി പറയാമോ അതോ ഇത്രയും മതിയോ? നേരത്തെ തക്കാളി വേണോന്ന് പറഞ്ഞായിരുന്നു. ഒരുമാതിരി തക്കാളി വേണ്ടല്ലേ? അപ്പോ കൺഫേം അല്ലേ? അതെ, തക്കാളി വേണ്ട, കൺഫേം. സവാളയും വെളുത്തുള്ളിയും വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കനും ബാക്കിയുള്ള മസാലയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കണം. ടാഗിന്റെ മൂടി വെച്ച് തീ കുറച്ച് ചിക്കൻ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് മല്ലിയിലയോ ഒലിവ്സോ അണ്ടിപ്പരിപ്പോ ഒക്കെ തൂവി സെർവ് ചെയ്യാം. ഈ ജിമിന് പല സമയത്തും പല കോണമാണ് കേട്ടോ കാണിക്കുന്ന. ഇപ്പൊ തക്കാളി വേണ്ടെന്ന്, ഇടരുത്, ഇട്ടാ അത് മൊത്തം പോകുന്നാണ് പറയണം. അരിഞ്ഞു വെച്ച് ഇത് വേണ്ട, അത് വേണ്ട. ഇച്ചിരി കഴിയുമ്പോ ഇനി ചിക്കനും ഇടരുതെന്ന് പറയോ? ഉള്ളി മാത്രം അതാ. ഇനി ചിക്കൻ ഇട്. ഓക്കേ, ഇനി മറ്റേ കുറച്ച് അതിനകത്ത് മസാല പുരട്ടിയ വെള്ളം ഇതും കൂടെ ഒഴിക്കാൻ പറഞ്ഞു കേട്ടാ. ബാക്കി കുറച്ച് മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഒഴിക്കട്ടെ ഇത്? ഇത് കൊള്ളാവോ എന്തോ. ഇനി നട്ട്സ് ഒക്കെ ഇടാം. ബദാം പൊട്ടിച്ചത്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആപ്രിക്കോട്ട് ചതച്ചതും കൂടെ ഇടാം. ആപ്രിക്കോട്ടൊന്നും ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറിയിൽ അതൊന്നും ഇട്ട് കഴിച്ചിട്ടില്ല. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് കേട്ടോ. ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് തേനും കൂടെ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് തേനും കൂടെ ഒഴിക്കണം കേട്ടോ. തേൻ
കുറച്ചുകൂടെ വേണം തേൻ. യെസ്, മധുരവും അച്ഛാ ഇത് വെറൈറ്റി. ഈ ആപ്രിക്കോട്ടയും മധുരവും. ആപ്രിക്കോട്ടല്ല, ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടല്ല. അവര് പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം. ഇച്ചിരി കഴിയുമ്പോ ചോദിച്ചാൽ വേറെ പറഞ്ഞു തരും. ഇച്ചിരി കഴിയുമ്പോ മണ്ണെണ്ണ ഒഴിക്കാനൊക്കെ പറയും. ഒന്ന് ഇളക്കാം കേട്ടാ. സംഭവം ഇതങ്ങ് നമ്മൾ ആ ബദാം ഇട്ടപ്പോ അങ്ങ് കുറുകി കേട്ടോ. ഇത്ര മതി. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ആ ജിമിനി, ഇത് എന്തിന്റെ കൂടെയാണ് കഴിക്കാനുള്ളത്? സാധാരണയായി ഇത് കുസ്കുസിന്റെയോ ബ്രെഡിന്റെയോ കൂടെയാണ് കഴിക്കുക. കുസ്കുസോ? പക്ഷേ നിങ്ങൾക്ക് പ്ലെയിൻ റൈസിന്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെയും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ബറോട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതിന്റെ കൂടെ കഴിക്കാനാണ് പ്ലാൻ? ബറോട്ട ഉള്ളാമോ? പൊറോട്ടയുടെ കൂടെയോ? സൂപ്പർ ആയിരിക്കും. ആ കറിയുടെ ഗ്രേവി പൊറോട്ടയിൽ തൊട്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇപ്പൊ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ വേണോ? വേണ്ടേ, അത് മതിയടി. ശരി, നന്നായിട്ട് കഴിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഓൾവേസ്. അയ്യോ, തിന്നാൻ എനിക്ക് ഡൗട്ടില്ല. തിന്നാൻ നീ പഠിപ്പിക്കണ്ടേ, എനിക്കറിയാം. ആ പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ ബാച്ചിലർ ആണ്, ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് സമയമില്ല. പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്ന സംഭവം പറഞ്ഞു. അത് ടേസ്റ്റ് വേണം കേട്ടോ. ചോദ്യം കൊള്ളാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒപ്പം ടേസ്റ്റിയുമായ സാധനങ്ങൾ. നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? പലതരം ഓംലെറ്റുകളുണ്ട്. വെജിറ്റബിൾ ഓംലെറ്റ്, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. കൂടെ ബ്രെഡോ പൊറോട്ടയോ എന്തെങ്കിലും മതി. വെജിറ്റബിൾ ഓംലെറ്റ് നല്ല ചോയ്സ് ആണ്. ആദ്യം കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായി അരിയുക. ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളും കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെണ്ണയോ ഒഴിച്ച് ചൂടാക്കുക. ചൂടാവുമ്പോൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് നന്നായി വേവിക്കണം. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് വേണോ? വേണ്ട മതി. ഉമ്മാട്ടോ. കറി കൊള്ളാന്ന്. തീർച്ചയായും. ഉമ്മ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാം, സന്തോഷമായിട്ടിരിക്കാം. ഇനിയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാനുണ്ടാവും. അയ്യോടാ, ഉമ്മ എന്തരായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് അച്ഛാ പൊറോട്ട അടിച്ചിട്ടോ പോയി. ഒരു ഉമ്മ കിട്ടിയ തീരുന്ന കാര്യമുണ്ട്. അത്രയൊക്കെ ഉള്ള നമ്മള് നിനക്ക് ഉമ്മേനോടെ വളരെ ചോദിച്ചു പേര്. എന്റെ ഇല്ലേ ഉമ്മ? നമ്മുടെ കൂളർ ഇവിടെ സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. അച്ഛനാണ് ഇതിന്റെ ഫുൾ പ്രൊപ്പറേറ്റർ. ഇപ്പൊ ഇത് എങ്ങോട്ടാ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴേ തിരിക്കുകയാണ്. അതെ മറ്റേ കണ്ടാ ഐസ് കുപ്പി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേ ഐസിനെ കാട്ടിയും ഇതാണ് നല്ലത് കേട്ടോ, കുറച്ചുകൂടെ. കറി കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതുമാത്രമല്ല ജീരകത്തിൻ്റെ ഒക്കെ മണം ഭയങ്കരമായിട്ടിരിക്കണം. അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കുട്ടി. ഗോന്തക്കുട്ടി കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ സംഭവം. കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ജെമിനിയുടെ കറി സൂപ്പറാ. നൈസ്, അടിപൊളി. അടിപൊളി ടേസ്റ്റ്. അടിപൊളി സീരിയസ് ആയിട്ട് സൂപ്പർ. മധുരവും പുളിയും എരിയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. ജീരകത്തിന്റെ നല്ല സ്മെല്ല് ഇതുണ്ട്. ഇതുവരെ നമ്മൾ ജീരകം ഇട്ട് വെച്ചിട്ടില്ലല്ലോ. പൊറോട്ടേന്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തടിക്കാം. അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ. സീരിയസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. ജിമ്മിനി കൊള്ളാം കേട്ടോ. നല്ലോണമൊക്കെ ഉണ്ടാക്കി പറഞ്ഞു തരും. പിന്നെ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ചെറുതായിട്ട്. ചിക്കൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഓക്കെ. ചിക്കനൊക്കെ പൊക്ക വെന്ത് കേട്ടോ. എനിക്കത് തേനിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതൊരു മെയിൻ ഡിഷാക്കി നമുക്ക് ഇറക്കിയാലോ? വെറൈറ്റി എന്ന് വെച്ചാൽ പക്ക വെറൈറ്റി സാധനം. ഈ സാധനം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇഷ്ടപ്പെടും. അപാര ടേസ്റ്റ്. ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ബാക്കി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നുണ്ടാക്കുകയാണ്. എന്തിനാ ഉണ്ടാക്കുന്ന ജിമിനി? എന്തിനാ പറഞ്ഞ നമ്മുടെ വെജിറ്റബിൾ ഓംപ്ലേറ്റ്. വെജിറ്റബിൾ ഓംപ്ലേറ്റ് ആണ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ രീതിക്കാണ് നമ്മൾ ഓംപ്ലേറ്റ് അടിക്കുന്നത്. ഓംപ്ലേറ്റ് അടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. ആദ്യം 2 മുട്ട എടുക്കുക.
ബെസ്റ്റ്. കുനുകുന അരിഞ്ഞ സവാള, കുനുകുന അരിഞ്ഞ തക്കാളി, പച്ചമുളക്, മല്ലിയില, മഞ്ഞപ്പൊടി ഇടാൻ പറഞ്ഞില്ലേ? നമ്മൾ ഓംപ്ലേറ്റ് മഞ്ഞപ്പൊടി ഒന്നും ഇടത്തില്ല. ഓ വെറൈറ്റി. മഞ്ഞപ്പൊടി കുറച്ച് മതി, കുരുമുളക് പൊടി ഇത്ര വേണ്ടേ? ഇത്ര വേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഗ്യാസ് ഇല്ലാതിരുന്നപ്പോ ആരും അടുക്കളയിലോട്ട് കണ്ടില്ലായിരുന്നല്ലേ. ഗ്യാസ് ഇല്ലാതെ എന്തിനാ അടുക്കള വരുന്നത്? ഒഴിക്കാം. പിസ കണക്കായോ? ഐറ്റം കൂടിയെന്ന് തോന്നുന്നു. അല്ല, കാണാൻ രസമുണ്ട്. ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഓംപ്ലേറ്റിന്? എന്നുവെച്ചാ തക്കാളി നമ്മൾ സാധാരണ ഇടാത്തതാണ്. ഇന്നലത്തെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? സൂപ്പർ അല്ലായിരുന്നു ജെമിനിയുടെ? കിടിലൻ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ടേസ്റ്റ്. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഓംപ്ലേറ്റ് ഇവിടെ റെഡിയാണ്. നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. സാധാരണ ഓംപ്ലേറ്റ് ആണൊക്കെ അല്ലേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ടേ. ഓക്കെ, ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാ പറഞ്ഞത് ജെമിനി. അപ്പോൾ ഇത് അമ്മയ്ക്കില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് മാത്രം ബ്രെഡും ഓംപ്ലേറ്റും. അയ്യോ അടിപൊളി. ബ്രെഡ് കുറച്ച് ചൂടാക്കി ഇതിനും ടേസ്റ്റ് ആകും കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി. മുട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു തന്ന ഫുഡൊക്കെ? ഫുഡെല്ലാം സൂപ്പറാണ്. നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. പറഞ്ഞു തന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഓംപ്ലേറ്റിനും ബ്രെഡിനും അത്ര ടേസ്റ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു ജെമിനി ഫോർ ദ വണ്ടർഫുൾ ഡിഷസ്. ഏകദേശം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണ്. ബൈ.